ഞാൻ ഈ വാടി പേരപ്പനയും കൊണ്ട് അഡ്മിറ്റാണ്. അന്നപ്പോൾ ഞാൻ അവിടുന്ന് സൗണ്ട് കേട്ടിട്ട് ഓടി ഇറങ്ങി വന്നാൽ വീണ് കിടക്കുമ്പോൾ ഡയറക്റ്റ് ഓടിപ്പോന്നു. ഇവിടെ വന്നപ്പോൾ ഒരു കൊച്ച് കിടന്ന് കരയുന്നുണ്ട്. അതിനകത്ത് പെട്ടുപോയായിരുന്നു. അപ്പം അതിൻ്റെ നടുവ് പൊങ്ങുന്നില്ലെന്ന് പറഞ്ഞു. അപ്പം എടുത്ത് തുളയിട്ടുകൊണ്ട് ഇറങ്ങി വന്നാൽ അതാ ചോര, അല്ലാതൊന്നുമില്ല. പറ്റിയ രക്തക്കരയാണ്. അപ്പോൾ പിന്നെ ഇതിനകത്ത് ഇപ്പം ആളുണ്ടെന്നില്ല, പക്ഷേ ആളൊന്നും കാണാൻ ചാൻസ് ഇല്ല. ബാത്റൂം ആളുണ്ടെന്നുള്ള ചാൻസ് ഇല്ല. കാരണം ആളുണ്ടെങ്കിൽ ബൈസ്റ്റാൻഡേഴ്സ് ആയാലും റിപ്പോർട്ട് ചെയ്തേനെ. അതപ്പോൾ ഇവിടെ വന്നിട്ട് പിന്നെ പാർട്ടിക്കാരൊക്കെ വന്നിട്ട് അതും ഇതൊക്കെ പറഞ്ഞു. അതിൽ കാര്യമൊന്നുമില്ല. വലിയ ശബ്ദമായിരുന്നു. ഇത്രയും ബിൽഡിംഗ് കഴിയുമ്പോൾ ഒരു ശബ്ദം വരുമല്ലോ. അത്ര ശബ്ദം ഒരു 10-15 മിനിറ്റ് ആയതേ ഉള്ളൂ. കുഴപ്പമൊന്നുമില്ല. ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഇവിടെ രക്ഷപ്പെടുത്തിയ കുട്ടി അവർക്ക് കുഴപ്പമൊന്നുമില്ല. മരണം സംഭവിക്കത്തക്ക അങ്ങനൊന്നുമില്ല. രക്ഷപ്പെടുത്തിയ കുട്ടിക്ക് കാര്യമായി പരിക്കെന്തെങ്കിലും അങ്ങനെ പരിക്കൊന്നുമില്ല. അവർക്ക് ഇത് വീണ അവിടെ ഇത് സ്ട്രെച്ചറെ അങ്ങനെ ഏതാണ്ട് ബാത്റൂമിൽ വന്നിട്ട് വീണതാ. അല്ലാതെ അതിന് സാരമായിട്ട് പരിക്കില്ല. ദേഹത്ത് ഇച്ചിരി മുറിവുണ്ട്. നിസ്സാര പരിക്കുകളും. കാരണം 2 പില്ലറിനിടയിൽ ഇമിങ്ങിയൊന്നും അല്ലായിരുന്നു. ആ വീണേന്റെ ദേഹത്തൊക്കെ അങ്ങനെ ഒരു പരിക്ക്. ഒരാളെ ഞാൻ റെസ്ക്യൂ ചെയ്തോളൂ. ഒരാളെ അപ്പുറത്തെ സൈഡിലായിരുന്നു. അവർ തെറിച്ച് വീണത് ബാത്റൂമിൽ നിന്ന് പറഞ്ഞു. ബാത്റൂമാണ് വീണത്. അത് നോർമലായിട്ടുണ്ട്. ഇത്ര പഴക്കോടവും പിന്നെ മാത്രമല്ല ബാത്റൂം എന്ന് പറഞ്ഞാൽ അറിയാം, വെള്ളം എപ്പോഴും കണ്ടിന്യൂ ഫ്ലോ ചെയ്തുകൊണ്ടിരിക്കുന്ന. അന്നിപ്പം നനവ് വരും. ഇപ്പം മഴക്കാലമാണ്. സ്വാഭാവികമായിട്ട് സംഭവിക്കാം. ഇതാ ബാത്റൂം, ഈ കാണുന്ന ബാത്റൂം. അല്ലാതെ ഒരു പിടിയില്ല ചേട്ടാ. ഞാൻ